السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. സ്നേഹാനിധികളായ സഹോദര സഹോദരിമാരെ, പൊട്ടച്ചിറ അൻവരിയ അറബിക് കോളേജിൽ നിന്ന് പഠനം പൂർത്തീകരിച്ച് പുറത്തിറങ്ങിയ അൻവരിമാരുടെ കൂട്ടായ്മയായ ആലിയ, അതിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ റബീഉൽ അവ്വലിന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിക്കാം പകർത്താം എന്ന പ്രമേയത്തിൽ അൻതൽ ഹബീബ് എന്ന ശീർഷകത്തിൽ നടത്തുന്ന മദ്ഹുൻ നബി പ്രഭാഷണ പരമ്പരയിലെ ഇന്നത്തെ വിഷയം മൗലിദുകൾ സജീവമാക്കാം എന്നുള്ളതാണ്. പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രണയിക്കുക എന്നുള്ളത് ഒരു മുഅ്മിനിൻ്റെ ഈമാൻ പരിപൂർണമാകാൻ നിർബന്ധമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രണയം രേഖപ്പെടുത്താനുള്ള ഒരുപാട് വഴികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് നാം കൊണ്ടാടുക എന്നുള്ളത്. എന്താണ് മൗലിദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനന സമയത്തുണ്ടായ അത്ഭുതങ്ങൾ, അവിടുത്തെ ഹയാത്ത് കാലത്തുണ്ടായ മുഅ്ജിസത്തുകൾ, അത് പദ്യമായും ഗദ്യമായും ഒരുമിച്ച് കൂട്ടിയതാണ് മൗലിദുകൾ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹയാത്ത് കാലത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പാടിപ്പറഞ്ഞവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാതെ പുകഴ്ത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തി പാട്ടുപാടിയപ്പോൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ട നാവുകൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് പ്രാർത്ഥന നടത്തി കൊടുത്തു. എന്നാൽ മഹാനായ അബ്ബാസ് ബിൻ മിർസാദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പാടിയപ്പോൾ 100 ഒട്ടകം അവിടുന്ന് പാരിതോഷികമായി കൊടുത്തു. ബഹുമാനപ്പെട്ട കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹുവിനോ അവിടുത്തെ ഷറഫാക്കപ്പെട്ട ജസദിൽ തട്ടിയ ഷാള് സമ്മാനമാക്കി കൊടുത്തു. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ തൊണ്ട തടവി അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥന നടത്തി കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ആലപിച്ചവരെ അന്നേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്നേഹപ്രകടനം കൊണ്ട് അവരെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ശബ്ദം കേൾക്കുന്ന ശ്രോതാക്കളോട്, നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഹുബ്ബ് പ്രകടിപ്പിക്കാനുള്ള വലിയ ഒരു വഴിയാണ് മൗലിദ് എന്നുള്ളത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മുൻകാല അഇമ്മത്തുകളെല്ലാം മൗലിദ് നടത്തുന്നതിനും അത് കൊണ്ടാടുന്നതിനും വല്ലാതെ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. താബിഉകളിൽ പ്രമുഖനായ ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിൻ്റെ വാചകം നോക്കൂ നിങ്ങൾ. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയാണ്, വദിത്തു ലൗ കാന ലി മിസ്ലു ഉഹ്ദിൻ ദഹബൻ ലഅൻഫഖ്തുഹു അലാ ഖിറാഅത്തി മൗലിദി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഹുദ് മലയോളം എനിക്ക് സ്വർണമുണ്ടെങ്കിൽ, നമുക്കറിയാം 6 കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന ഉഹുദ് മലയോളം എൻ്റെ കയ്യിൽ സ്വർണമുണ്ടെങ്കിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ മൗലിദ് പാരായണം നടത്താൻ വേണ്ടി ഞാനത് വിനിയോഗിക്കുമെന്നാണ് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. താബിഉകളിൽ പ്രമുഖനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു വചനമുണ്ട്, മൻ ഹളറ മൗലിദ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅല്ലമ ഖദ്റഹു ഫഖദ് ഫാസ ബിൽ ഈമാൻ. ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദിൻ്റെ സദസ്സിൽ പങ്കെടുത്തു, ആ സദസ്സിനെ മഹത്വൽക്കരിച്ചു, എന്നാൽ അവൻ ഈമാൻ കൊണ്ട് വിജയിച്ചു എന്നാണ്. അള്ളാഹു നമുക്ക് ആ ഒരു സൽക്കർമ്മം നെഞ്ചോട് ചേർക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, നമ്മുടെ വീടുകളിലൊക്കെ മൗലിദിൻ്റെ സദസ്സുകൾ നമ്മൾ ഒരുക്കണം. റബീഉൽ അവ്വലിന് വിശിഷ്യ അല്ലാതെയും നമ്മൾ ഒരുക്കണം. നമ്മുടെ പള്ളികളിൽ, മദ്രസകളിൽ, അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ഉള്ളറകളിൽ നമ്മുടെ ഉമ്മയും വാപ്പയും ഭാര്യയും ഭർത്താവും കൊച്ചു മക്കളടക്കം ഒന്നിച്ചിരുന്നു കൊണ്ട് മജ്ലിസുകൾ ഒരുമിച്ച് കൂട്ടണം. എന്താണ് അതുകൊണ്ടുണ്ടാകുന്ന നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ?
ബഹുമാനപ്പെട്ട മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു പറയുന്ന വിഷയം ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ല അവിടുത്തെ കിതാബായ അൽ വസാഇൽ ഫി ശർഹി ശമാഇൽ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയതായി കാണാം. എന്താ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്? മൻ ഹയ്യ അലി അജലി ഖിറാഅത്തി മൗലിദി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തആമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് പാരായണത്തിന് വേണ്ടി ഭക്ഷണം ഒരുക്കി. വജമഅ ഇഖ്വാന, തന്റെ സഹോദരന്മാരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി. വഔഖദ സിറാജ, നല്ല വിളക്കുകൾ അവിടെ തെളിയിച്ചു. വലബിസ ജദീദ, നല്ലൊരു സദസ്സാണല്ലോ എന്ന് കരുതി പുതുവസ്ത്രം ധരിച്ചു. വതഅത്തറ വതജമ്മല, നല്ല അത്തർ പൂശി ഭംഗിയായി വന്നിരുന്നു. എന്താ ഇതിനൊക്കെ കാരണം? തഅദീമൻ ലിമൗലിദിഹി, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ജന്മദിനത്തോടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ മഹത്വം പരിഗണിച്ചുകൊണ്ടാണ്. ഇങ്ങനെ ചെയ്താൽ എന്താ ഗുണം? ഹശറഹുല്ലാഹു തആല യൗമൽ ഖിയാമah, നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഒരുമിച്ച് കൂട്ടും. മഅഫിർകത്തിൽ ഊലാ മിനൻ നബിയീൻ, അംബിയാക്കളോട് കൂടെ ഉന്നതമായ ശ്രേണിയിൽ അവർക്ക് ഒരുമിക്കാൻ കഴിയും. പോരാ, വകാന ഫി അഅലാ ഇല്ലിയീൻ, അവരെ നാളെ ഉന്നതമായ പദവിയിൽ വിരാജിക്കാൻ കഴിയും. ഇത് മൗലിദ് കൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടാണ്. എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, മൗലിദ് നടത്തുന്ന വീട്ടിൽ മലക്കുകൾ റഹ്മത്ത് കൊണ്ട് പൊതിയുമെന്ന് കിതാബിൽ കാണാം. ഒന്നുകൂടെ നിങ്ങൾ നോക്കൂ. ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാം തന്റെ കിതാബിൽ പറയുന്ന ഒരു വാചകം, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ആപത്തുകൾ തട്ടിപ്പോകാൻ, പ്രയാസങ്ങൾ നീങ്ങിപ്പോകാൻ, കടബാധ്യതകൾ മാറാൻ, രോഗം മാറിക്കിട്ടാൻ, പ്രയാസങ്ങൾക്കൊക്കെ പരിഹാരമായി മഹാരഥന്മാർ പഠിപ്പിച്ചു തരുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിലുള്ള മൗലിദാണ്. നമുക്കറിയാം, നമ്മുടെ കേരളക്കരയിലേക്ക് മങ്കൂസ് മൗലിദ് അടക്കമുള്ള മൗലിദുകൾ കടന്നു വരാനുള്ള പശ്ചാത്തലം അറിയാം. ഞാനതിലേക്ക് കടക്കല്ല. ഇത്തരത്തിലുള്ള മൗലിദ് സദസ്സുകൾ സംഘടിപ്പിച്ച് നമ്മുടെ നിയ്യത്ത് നന്നാക്കുകയാണെങ്കിൽ എല്ലാ പ്രയാസങ്ങൾക്കും അത് മരുന്നാണ്. ഒരൊറ്റ വാചകം നോക്കൂ നിങ്ങൾ, മാമിൻ മുസ്ലിമിൻ കുരിഅ ഫീ ബൈതിഹി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരൊറ്റ വീടുമില്ല, ആ വീട്ടിൽ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്യപ്പെട്ടു. എങ്ങനെയല്ലാതെ? ഇല്ലാ റഫ അല്ലാഹു തആല അൽ കഹ്ത വൽ വബാഅ വൽ ഹർഖ വൽ ആഫാത് വൽ ബലിയാത് വൻ നകബാത്, ആ വീട്ടിൽ വരാനിരിക്കുന്ന വിപത്തുകള്, അപകടങ്ങള്, പരീക്ഷണങ്ങള്, അതുപോലെ തന്നെ വൽ ബുഗ്ള വൽ ഹസദ വ ഐനസ്സൂ, ദേഷ്യങ്ങള്, മറ്റുള്ളവരുടെ അസൂയകള്, അതുപോലെ തന്നെ കണ്ണേറുകള്, വൽ ലുസൂസ, കള്ളന്മാരുടെ ഷർറുകൾ, ഇതെല്ലാം അല്ലാഹു തആല ഉയർത്തിക്കളയുന്നു. അൻ അഹ്ലി ദാലിക്കൽ ബൈത്ത്, ഈ വീട്ടുകാരെ തൊട്ട് എന്ന് മഹാരഥന്മാർ നമ്മെ പഠിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് ഉണർത്താനുള്ളത്, ഈ റബീഉൽ അവ്വലിൽ നമ്മുടെ വീടുകൾ മൗലിദ് കൊണ്ട് മുഖരിതമാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഞാനടക്കമുള്ള അൻവരി ഉസ്താദുമാർ പഠിച്ചിറങ്ങിയ അൻവരിയ കോളേജ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് ഉയർത്തട്ടെ. ആ അൻവരിയുടെ ചാരത്ത് കടക്കുന്ന ഞങ്ങളുടെ എല്ലാം ആത്മീയ നേതൃത്വമായ സയ്യിദത്തുനാ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ, അല്ലാഹുവേ അവിടുത്തെ ദറജ ഉയർത്തണേ അല്ലാഹ്, അവിടുത്തെ മദദ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.